ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ചന്ദനമരം മുറിച്ചുമാറ്റിയ സംഭവത്തിൽ നടപടിയെടുക്കാതെ ബോർഡ്. ചന്ദനമരം മുറിച്ചുമാറ്റിയതിൽ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ട് തയ്യാറാക്കി ദേവസ്വം കമ്മീഷണർക്ക് നൽകി. ഒരാഴ്ച കഴിഞ്ഞിട്ടും കുറ്റക്കാർക്കെതിരെ ഇതുവരെ നടപടിയില്ല. മുറിച്ചുമാറ്റിയ ചന്ദനമരത്തടികൾ കടത്തിയെന്നും റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക്. അതേസമയം വിപണിയിൽ ലക്ഷങ്ങൾ വിലയുള്ള ചന്ദനമരം മുറിച്ചതിൽ കുറ്റക്കാരെ വെള്ളപൂശുന്നുവെന്നും ആക്ഷേപം. ജനം ബിഗ് ബ്രേക്കിൽ. ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ചന്ദനമരം മുറിച്ചിട്ട്. ചന്ദനമരം മുറിച്ചു മാറ്റിയതിൽ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ട് തയ്യാറാക്കി ദേവസ്വം കമ്മീഷണർക്ക് നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയില്ല. മുന്നറിയിപ്പോ ഉത്തരവുകളോ ഒന്നുമില്ലാതെ ചന്ദനമരം മുറിച്ചത് സംശയാസ്പദമായ സാഹചര്യം ഉളവാക്കുന്നതാണെന്നായിരുന്നു അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലുള്ളത്. ഒരു ചന്ദനത്തടി മുറിച്ചുവെന്ന് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 2 ചന്ദനത്തടികൾ പുല്ലിനുള്ളിൽ ഒളിപ്പിച്ചിട്ട നിലയിൽ കണ്ടെത്തിയെന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. പരിശോധനയിൽ 3 ചന്ദനത്തടികൾ കണ്ടെത്തിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ്. എന്നാൽ ചന്ദനത്തടിയുടെ ശിഖരങ്ങളുടെ ചുറ്റളവ് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശിഖരങ്ങളിൽ നിന്ന് കഷ്ണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കൂടുതൽ പരിശോധന വേണമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പരിശോധിച്ച് തിട്ടപ്പെടുത്തേണ്ടതാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ്. എന്നാൽ സംഭവം നടന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല. മുറിച്ചുമാറ്റിയ ചന്ദനമരത്തടികൾ കടത്തിയെന്നും റിപ്പോർട്ടുണ്ട്. വിപണിയിൽ ലക്ഷങ്ങൾ വിലയുള്ള ചന്ദനമരം മുറിച്ചതിൽ ദുരൂഹതയുമേറുകയാണ്. അതേസമയം ദേവസ്വം ബോർഡോ വനംവകുപ്പോ അറിയാതെ ചന്ദനമരം മുറിച്ച ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതായും ആക്ഷേപമുയരുന്നുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ദിവസങ്ങൾ പിന്നിട്ടിട്ടും കുറ്റക്കാരെ വെള്ളപൂശുന്നുവെന്നും ആക്ഷേപം ശക്തമാണ്. ജനം, തിരുവനന്തപുരം.